തൂത്തുക്കുടിയുടെ പ്രധാന ഒരു തൊഴിലാണ് ഉപ്പ് ശേഖരണം. ഇത് കണ്ടോ, ഭൂമിയിൽ നിന്നും ബോർവെൽ ഉപയോഗിച്ച് ഇവിടുന്ന് വെള്ളമെടുത്ത് അതിനെ ഇതുപോലെ പാത്തിയായിട്ട് കെട്ടി നിർത്തി വറ്റിച്ച് ഇത് ഒടുവിൽ ഉപ്പുകല്ലായി മാറും. പാറകൾ പോലെ ഈ പാറകൾ ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് ഉപ്പ് ശേഖരിക്കുന്നത്. ഇന്ന് വർക്കിംഗ് ഡേ അല്ല, ഇന്നും ഒക്കെ ആയിട്ട് അവധി ദിവസങ്ങളല്ലേ. ഇന്നും നാളെയും ചിലപ്പോൾ അവധി തന്നെയാണ്. തന്നെയല്ലേ കാലാവസ്ഥ മോശമാണെങ്കിൽ ഇവർ പണിയാനും ഒക്കുകയല്ല. ഈ കാണുന്ന മൂടി വെച്ചിരിക്കുന്ന എല്ലാം ശേഖരിച്ച ഉപ്പുകളാണ്. മഴ നനയാതിരിക്കാൻ വലിയ പടതകൾ ഉപയോഗിച്ചാണ് ഇവർ മൂടി വെക്കുന്നത്. ഇത്തരം കാഴ്ചകൾ തൂത്തുക്കുടി നഗരത്തിന് ചുറ്റും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന പല്ല് കണ്ടോ, ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇളക്കി വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഇതിനകത്ത് എന്തോ ചേർക്കുന്നുണ്ട്, ഈ വെള്ളത്തിനകത്ത് എന്തോ ഇത് പറ്റാനായിട്ട് എന്തോ മറ്റോ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ പറ്റിയില്ല. ജീവനക്കാരുണ്ടെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഉപ്പുപാടത്ത് പണിയെടുക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുരിതം പിടിച്ചൊരു ജോലിയാണ്. കാരണം ഒന്നാമത്തെ ദുരിതം എന്ന് പറയുന്നത് കൊടും വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബീഫ് വെട്ടി ഞുറുക്കി രാവിലെ ഒരു 9 മണിക്ക് വെയിലത്തിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ ഈ സാധനം ഫുൾ ഡ്രൈ ആയി കിട്ടും. അത്രയ്ക്കും വെയിലുള്ള ഒരു പ്രദേശമാണ്. പിന്നെ ഉപ്പുപാടത്ത് പണിയെടുക്കുന്നവരുടെ കാലിന് ചുറ്റും വിണ്ട് കീറും. കാരണം ഈ സാധനം ഒരുതരം പാറ പോലെയാണ് വെള്ളം അടിയുന്നത് ഒരുതരം പാറ പോലെയാണ്. ഇതേ കൊണ്ട് കൈകൊണ്ട് വാരാൻ പറ്റുന്നില്ല, കല്ല് പൊട്ടിക്കുക. എന്നിട്ട് വേണം ഇത് തല്ലിപ്പൊട്ടിക്കാൻ. ഇതൊക്കെ ഇവിടെ പാടത്തുനിന്ന് കോരി ഇവിടെ ശേഖരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇവിടുന്നാണ് തല്ലിപ്പൊട്ടിച്ചെടുക്കുന്നത്. ശരിക്കും ഒരു കല്ല് പോലെ ഇരിക്കുന്ന സിമെൻറ്റ് മിച്ചം വരുന്ന സിമെൻറ്റ് അല്ലെങ്കിൽ ചാന്ത് നമ്മൾ കൂട്ടിയിട്ടേച്ച് പോകുക കഴിഞ്ഞാൽ പിറ്റേ ദിവസം എങ്ങനെ ഇരിക്കുമോ എന്ന് പറയുന്ന പോലെ കല്ലിച്ചായിരിക്കുന്നത്. അതുപോലത്തെ കല്ലാണ്. ഈ കല്ലുകൾ ഇവർ പാളിയായിട്ട് എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് തല്ലിപ്പൊട്ടിച്ച് പൊടിക്കുകയാണ്. എന്നിട്ടാണ് ഇവർ ലോഡിങ്ങിന് പരുവത്തിന് കൂമ്പാരം കൂട്ടുന്നത്. ഇത്തരം പാടങ്ങൾ തൂത്തുക്കുടിക്ക് നഗരത്തിന് ചുറ്റും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ചുറ്റുമല്ല, കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ. തൂത്തുക്കുടി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ കടലില്ലല്ലോ, കിഴക്ക് ഭാഗത്തെ കടലുള്ളൂ. കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ ധാരാളം ഉപ്പുപാടങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഉപ്പുകല്ലിൻ്റെ തീവ്രത അറിയണമെങ്കിൽ ഈ പാറക്കല്ലിലോട്ട് നോക്കിയാൽ അറിയാം. ഏകദേശം ഇത്രയ്ക്കും കട്ടിയില്ലെങ്കിലും ഇതിനോടനുബന്ധിച്ച ഒരു കട്ടിയിലാണ് ഉപ്പുകല്ലുണ്ടാവുക.